നമസ്കാരം. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി MLA ആണ് മുഹമ്മദ് മുഹസിൻ. വിഭാഗീയത വളരെയധികം രൂക്ഷമായതോടെ പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ CPI പാലക്കാട് ജില്ലാ കൗൺസിലിൽ നിന്ന് രാജിവെച്ചു. CPIയിൽ ഇപ്പോഴും കുറേയധികം ചെറുപ്പക്കാർ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടായിരുന്നു മുഹമ്മദ് മുഹസിനെ CPI എടുത്തു കാട്ടിയിരുന്നത്. അന്ന് CPI ഇപ്പോഴിതാ കോൺഗ്രസിൽ ചേക്കേറാനുള്ള ആഗ്രഹം കൃത്യമായി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കോൺഗ്രസിൻ്റെ യുവ നേതാവായിട്ടുള്ള ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ പാലക്കാട് ജില്ലയിൽ ഉണ്ടാക്കിയ തരംഗവും അതിനുശേഷം അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ തരംഗവും ചെറുതല്ലാത്തതാണ്. ആ തരംഗം വളരെ കൃത്യമായി മനസ്സിലാക്കി തന്നെ ഇപ്പോൾ CPIയിലെ യുവ നേതാക്കൾ കോൺഗ്രസിലേക്ക് മാറുകയാണെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാം, നേരത്തെ കൊടിക്കുന്നിൽ സുരേഷിനെതിരെ മാവേലിക്കരയിൽ മത്സരിച്ചത് CPI സ്ഥാനാർത്ഥിയായിട്ട് അഡ്വക്കേറ്റ് CA അരുൺകുമാർ ആയിരുന്നു. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ CPIയിലെ യുവ മുഖങ്ങളാണ്. എന്നാൽ ഇവർക്കൊക്കെ തന്നെ മികച്ച രീതിയിൽ ജനപ്രിയരാകാനും അതുപോലെ തന്നെ ജനപ്രതിനിധികളായി ജനങ്ങളുടെ ഇടയിലേക്ക് കർമ്മനിരതരാകാനായിട്ട് വേണ്ടത്ര അവസരം കൃത്യമായി ലഭിച്ചിട്ടേ ഇല്ല. അതിനുള്ള പ്രധാന കാരണം തന്നെ LDFിൻ്റെ എല്ലാ തരത്തിലുമുള്ള ദുരന്ത ഭാരവും ഇപ്പോൾ CPI കൂടി അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഭരണവിരുദ്ധ വികാരം. പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും ഗതികെട്ട അവസ്ഥ, ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള ഭരണം, അത് കാഴ്ചവെച്ച് ജനങ്ങളുടെ മേൽ ദുരിതം സമ്മാനിച്ച് ഇപ്പോൾ അതിൻ്റെ ആ വെറുപ്പ് കൂടി പങ്കുപറ്റേണ്ട അവസ്ഥയിലേക്ക് CPI കൂടി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വേണം ഇതിലൂടെ പറയാനായിട്ട്. വാസ്തവത്തിൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിച്ച സത്യൻ മൊകേരി, അദ്ദേഹം ഒരു ജനകീയനായിട്ടുള്ള സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് MI ഷാനവാസിനെതിരെ മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. MI ഷാനവാസിൻ്റെ ഭൂരിപക്ഷം 1,53,000 നിന്ന് നേരെ 20,000 കൂപ്പുകുത്തിക്കുകയും ചെയ്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അതിൽ നിന്നാണ് CPI വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കിയത്. LDFിനോടുള്ള ജനങ്ങളുടെ അവഗണന, അതിൻ്റെ പ്രധാനപ്പെട്ട മൂല കാരണം അത് CPMനോടുള്ള വിരോധം തന്നെയാണ്. CPMൻ്റെ യുവജന സംഘടന CPIയുടെ സംഘടനയായിട്ടുള്ള AISFനോട് കാണിക്കുന്ന ക്രൂരത, അതിന് കയ്യും കണക്കും ഒന്നുമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ അപമാനവും പേറി എന്തിനാണ് CPI ഇങ്ങനെ ഇവരുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസക്തമായിട്ടുള്ള ചോദ്യം നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് മുഹമ്മദ് മുഹസിൻ അടക്കമുള്ളവർ, ഇപ്പോൾ നിരവധി യുവ നേതാക്കൾ, ഞങ്ങൾക്കിനി ഈ ദുരന്തഭാരവും പേറി നടക്കാനായിട്ട് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ ഭാഷയിൽ അത് വെട്ടിത്തുറന്ന് CPIയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് CPIയിലെ ഈ മുഹമ്മദ് മുഹസിൻ അടക്കമുള്ള യുവ നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേക്കേറുന്നതിനായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നത്. എന്തുതന്നെ ആയാലും വലിയ പൊട്ടിത്തെറിയാണ് ഇപ്പോൾ CPIയുടെ വിവിധ ജില്ലാ കമ്മിറ്റികളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു തിരിച്ചടിയായിട്ട് മാറുമോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ അവശേഷിക്കുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.